ഇനി പിണറായി വിജയൻ വാങ്ങിയ ഹെലികോപ്റ്റർ പോലീസിന്റെ ഹെലികോപ്റ്ററായി ഉപയോഗിക്കുന്നത് എന്താ തർക്കമുള്ള നിങ്ങൾക്ക്? അന്ന് പിണറായി വിജയൻ ഒറ്റയ്ക്ക് നടന്നു, ഇന്നത് പോലീസിന്റെയും മറ്റു അടിയന്തര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ തീരുമാനിക്കുന്നത് നയപരമായി ശരിയായ തീരുമാനമല്ലേ? ആ ഹെലികോപ്റ്റർ പിണറായി വിജയൻ ഒറ്റയ്ക്ക് പോകാൻ വേണ്ടിയിട്ടാണോ ഉപയോഗിച്ചിട്ടുള്ളത്? നമ്മൾ ഈ കഴിഞ്ഞ 5 വർഷത്തെയോ ആ ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തത് മുതലോ ഉള്ള കാര്യങ്ങൾ പരിശോധിച്ചാൽ എന്തെല്ലാം കാര്യങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുണ്ട്, ഈവൻ ഈ അവയവ ട്രാൻസ്പോർട്ടേഷൻ അടക്കം. തീർച്ചയായിട്ടും അഭിലാഷ്, അത്തരം കാര്യങ്ങളിലും ചില സാഹചര്യത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ആ ഹെലികോപ്റ്റർ എടുത്തതിന്റെ അതിന്റെ വാടക, അതിന്റെ മറ്റേ മന്ത്ലി വാടക കൊടുക്കുന്നത്, അതിന്റെ മറ്റ് ട്രാൻസാക്ഷനൊക്കെ ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളും വലിയ സംശയങ്ങളും നിലനിന്നിരുന്നു. അങ്ങനെയല്ല, ഇക്കാര്യത്തിൽ ഞങ്ങൾ കൃത്യമായ ഒരു സുതാര്യതയോടെയാണ് അത് നടപ്പാക്കുന്നത്. ഒരേ കാര്യം രണ്ട് കൂട്ടർ നടപ്പാക്കുന്നത് രണ്ട് വ്യത്യസ്ത രീതിയിലാണ്. ഒന്ന് സുതാര്യമായിട്ട്, മറ്റൊന്ന് വളരെ ഗോപ്യമായിട്ട്. ഇനി വികസനം, നല്ല കാര്യങ്ങൾ പറഞ്ഞു തീർക്കട്ടെ അഭിലാഷേ. നല്ല കാര്യങ്ങളിൽ നിങ്ങൾ നടത്തിയിട്ടുള്ള കാര്യങ്ങൾ ശരിയായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ നന്നായി അത് തുടരും. മോശപ്പെട്ട കാര്യങ്ങളും കൊള്ളയും ഉണ്ടെങ്കിൽ അത് തടഞ്ഞു വയ്ക്കും, പിടിക്കും. അത് കാര്യത്തിൽ തീരുമാനങ്ങൾ ഉണ്ടാകും. ഇനി കോവിഡ് നിപ്പയും ഇപ്പോൾ നിങ്ങൾ പറയുന്ന കെ മുരളീധരൻ പിടിച്ചു കെട്ടിയില്ലെന്നാ. നിങ്ങൾ കെ ശൈലജയും മറ്റേ വീണ ജോർജും പിടിച്ചു കെട്ടിയ കോവിഡ് നിപ്പയും ഇനി ഒരിക്കലും ഇല്ല എന്ന് പറഞ്ഞ് നിങ്ങൾ വൈറോളജി ലാഭം കൊണ്ടുവന്നാണ് നിങ്ങൾ പറഞ്ഞത്. അതൊക്കെ കൊണ്ടുവന്നെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഈ നിപ്പയും കോവിഡ് ഇപ്പോൾ വരുന്നത്? അപ്പൊ അന്ന് നിങ്ങൾ പിടിച്ചു കെട്ടിയില്ല. ഇത് ഇപ്പോഴും ഈ സമൂഹത്തിലുണ്ട്. ഈ രോഗങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടപ്പോ എരണംകെട്ട ഭരണമായതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെയൊക്കെയുള്ള രോഗങ്ങൾ വരുന്നത്. കരുണാകരനും ആന്റണിയും ഒന്നും ഭരിച്ചപ്പോ ഇവിടെ എന്താ വവ്വാലുണ്ടായിരുന്നില്ലേ? എന്താ അന്ന് ആ അസുഖമൊന്നും വരാത്തത് എന്ന് പറഞ്ഞിടത്താണ് ഇന്ന് ആരോഗ്യമന്ത്രിക്ക് ഇത് നേരിടേണ്ടി വരുന്നത്. സ്വാഭാവികമാണ്, കോൺഗ്രസ് ഭരിച്ചാലും LDF ഭരിച്ചാലും നാളെ ഇനി BJP ഭരിച്ചാലും ഇതുപോലെയുള്ള അസുഖങ്ങളൊക്കെ വന്നേക്കാം. അതിനെ നിയന്ത്രിക്കേണ്ടി വരും, ഇടപെടേണ്ടി വരും. പക്ഷേ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആദ്യത്തെ വാചകം. താങ്കളോട് ചോദിച്ചു തുടങ്ങിയത് നിങ്ങൾ അളന്ന അളവ് കൊണ്ട് നിങ്ങൾ അളക്കപ്പെടുമെന്നുള്ളതാണ്. അന്ന് പറഞ്ഞ കാര്യം ഇന്നിപ്പോ ആരോഗ്യമന്ത്രിക്ക് മറുപടി പറയാൻ കഴിയാത്ത വിധത്തിൽ ഇന്ന് ഞാൻ വേറെ കസേരയിലല്ല ഇരിക്കുന്നത് എന്ന് പറയേണ്ടി വരുന്നു. എന്ന് മാത്രമല്ല ശ്രീ ജിൻഡോ, ഈ പൂന വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ രോഗം സ്ഥിരീകരിച്ച കാര്യം ഇന്ന് വൈകുന്നേരം പോലും ആരോഗ്യമന്ത്രി അറിഞ്ഞിട്ടില്ല.